ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സ്വന്തമായി വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സോപ്പ് ഓയിലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് വെറും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന് എക്സ്പയർ ആയി പോകുമെന്ന് പേടിക്കുകയും വേണ്ട. കാരണം നമ്മുടെ നിത്യോപയോഗ സാധനമാണല്ലോ. ഇത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആദ്യമായി ഒരു ബക്കറ്റിൽ നമ്മൾ 8.5 ലിറ്റർ വെള്ളം എടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 1-ാം നമ്പർ പൊടി വെള്ളത്തിലേക്കിട്ട് ഇളക്കി, ഒന്നാം നമ്പർ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഇതൊരു പൗഡർ ഫോമാണ്. ഇത് നമ്മൾ വെള്ളത്തിലേക്ക്, ഈ 8.5 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് ഇളക്കും തോറും നല്ല പതയായിട്ട് വരും. ഇതിങ്ങനെ മെല്ലെ നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ നല്ല ഇളക്കി കണ്ടോ, ഈ ഒരു പരുവത്തിന് വരും. നല്ല പത ഇങ്ങനെ മേളിലായി. അതിനുശേഷം നമ്മൾ 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമ്മൾ 2-ാം നമ്പർ എടുക്കണം. 2-ാം നമ്പർ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം നമ്മൾ 2-ാം നമ്പർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ 2-ാം നമ്പർ നമ്മൾ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അധികം നേരം ഒന്നും വെക്കണ്ട. വെറും 5 മിനിറ്റ്. ഇത് 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഇളക്കി യോജിപ്പിക്കണം. ഇത് ഇളക്കി യോജിപ്പിക്കും തോറും ഇതിൻ്റെ പത ഇങ്ങനെ നന്നായിട്ട് നല്ല പോലെ പതയായി വരും. അതിന് ശേഷം നമ്മൾ 3-ാം നമ്പർ ഇതേപോലെ തന്നെ നമ്മളൊരു 5 മിനിറ്റ്, കൂടുതൽ സമയമൊന്നും വേണ്ട, വെറും ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കി അതൊന്ന് യോജിച്ച് കിട്ടണം. ഈ ഇളക്കി യോജിപ്പിക്കും തോറും നമുക്ക് ഇതിൻ്റെ പത നന്നായിട്ട് വരും. ഈ പത നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് മിക്സ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം. അതിനുശേഷം നമ്മൾ ഈ 4-ാം നമ്പർ എടുക്കുന്നു. 4-ാം നമ്പർ എടുത്തിട്ട് ഇതുപോലെ തന്നെ വെറും 5 മിനിറ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ 4-ാം നമ്പർ ഒഴിക്കുന്നു. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കി ഇതേപോലെ തന്നെ പത വരും. നല്ലപോലെ പത കൂടി വരും. അതിനുശേഷം നമ്മളിത് മിക്സ് ചെയ്ത് വെറും 5 മിനിറ്റ് നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ കണ്ടോ, ഇതേപോലെ നല്ല രീതിയിൽ പത വരും. അതിനുശേഷം നമ്മൾ നല്ല കളറിലും സ്മെല്ലിനും ഒക്കെ ആയിട്ട് നമ്മൾ ഈ 2 ബോട്ടിൽ, ഈ ബ്ലൂ കളർ ബോട്ടിൽ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഈ ഇളക്കി യോജിപ്പിച്ച് മിശ്രിതത്തിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വേറെ 2-ാമത്തെ ബോട്ടിൽ, ഈ ബോട്ടിലും കൂടി നമ്മൾ എടുക്കുന്ന ഈ 2-ാമത്തെ വേറൊരു ബോട്ടിലുണ്ട്. ഈ ബോട്ടിൽ ഇതേപോലെ തന്നെ കളറിനും സ്മെല്ലിനുമായിട്ട് നമ്മൾ ഈ മിശ്രിതത്തിലോട്ട് ഒഴിച്ച് നമ്മൾ വെറും 5 മിനിറ്റ് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അത് ഇളക്കും തോറും നല്ല ബ്ലൂ കളർ വരും. അങ്ങനെ പതയൊക്കെ മാറിക്കഴിഞ്ഞ് നല്ലപോലെ ബ്ലൂ കളർ എല്ലായിടത്തും ആയി കഴിയുമ്പം നമ്മളിത് ഇളക്കി യോജിപ്പിച്ച് ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ കൂട്ടുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് നല്ലതാണെന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പതയൊക്കെ ആറിയതിന് ശേഷം നമ്മൾ ഇതെടുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ച് നമുക്ക് അന്നേരം തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ കേട്ടോ കൂട്ടുകാരെ.